ഹലോ ഗൈസ്, സോ ലാസ്റ്റ് വീഡിയോ കണ്ടിട്ട് എൻ്റെ ചില ഫ്രണ്ട്സൊക്കെ എൻ്റെ അടുത്ത് ചോദിച്ചേ നിങ്ങൾ എന്തുകൊണ്ടാണ് ഈ 100th ഡേ സെലിബ്രേറ്റ് ചെയ്തത്, ഈ ടെസ്ല എന്നുള്ള പേര് ചൂസ് ചെയ്യാനായിട്ടുള്ള കാരണം എന്താണ് എന്നൊക്കെ. സോ ഓക്കെ, 100th ഡേ സെലിബ്രേറ്റ് ചെയ്തത് വേറെ ഒന്നുമില്ല, അത് ഓരോരുത്തരുടെ ചോയ്സ് അല്ലേ. ഓരോ ദിവസവും നമുക്ക് വേണമെങ്കിൽ സെലിബ്രേറ്റ് ചെയ്യാം അല്ലേ. നമ്മൾ ജനിച്ച് കഴിഞ്ഞിട്ട് 365 ദിവസം തന്നെ സെലിബ്രേറ്റ് ചെയ്യണമെന്നുണ്ടോ? അപ്പോഴാണ് നമ്മൾ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത്. അങ്ങനെയൊന്നുമില്ല, നമുക്ക് വേണമെങ്കിൽ 100th ഡേ സെലിബ്രേറ്റ് ചെയ്യാം, 50th ഡേ ചെയ്യാം, 101th ഡേ ചെയ്യാം. സെലിബ്രേറ്റ് ഈച്ച് ആൻഡ് എവറി ഡേ, അതല്ലേ അതിൻ്റെ ഒരു ശരി. സോ നമ്മളത് ചൂസ് ചെയ്തു. ദെൻ ഈ പ്രാദേശികമായിട്ടുള്ള സാമുദായികപരവും മതപരവും പരമ്പരാഗതമായിട്ടുള്ള ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ ഇതൊന്നും ഫോളോ ചെയ്യാത്ത ആൾക്കാരാണ് നമ്മൾ. സോ നമ്മളെ സംബന്ധിച്ച് നമുക്ക് ഈ നൂലുകെട്ട് പരിപാടികൾ അങ്ങനെ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. സോ നമ്മൾ 100th ഡേ ചൂസ് ചെയ്തു, എല്ലാവരും വിളിച്ചൊന്ന് ഗ്യാദർ ചെയ്തു, അടിപൊളിയായിട്ടൊന്ന് ആഘോഷിച്ചു, സെറ്റ്. പിന്നെ ടെസ്ല എന്നുള്ള പേര്, അത് അനിയനും അനിയൻ്റെ വൈഫും കൂടെ അവരൊരു നോൺ റിലീജിയസ് ആയിട്ടുള്ളൊരു പേര് ചൂസ് ചെയ്തതാണ്. സോ അതിൻ്റെ വിശേഷങ്ങൾ അവർ തന്നെ പറയും. എന്തായാലും വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കാണണം, സപ്പോർട്ട് ചെയ്യണം. കുഞ്ഞിന് പേരിടാൻ വേണ്ടി ഓസ്ട്രേലിയ കാര്യമൊക്കെ മുങ്ങി തപ്പി മൊത്തം റിലീജിയസ് പേരുകൾ മാത്രം അങ്ങനെ നമ്മൾ സെലക്ട് ചെയ്ത് കണ്ടുപിടിച്ച പേരാണ്. റിലീജിയസ് പേര് മാറ്റി നോൺ റിലീജിയസ് ആയിട്ടുള്ള പേരുകൾ കണ്ടുപിടിച്ച് വന്ന കൂട്ടത്തിലാണ് നമ്മൾക്ക് ഗ്രേറ്റ് സയന്റിസ്റ്റ് നിക്കോള ടെസ്ലയുടെ പേര് ഇൻസ്പിറേഷൻ ആയിട്ടാണ്. പക്ഷെ പേര് എടുത്തിട്ട് ആർക്കും മനസ്സിലായില്ല. കാറിന്റെ പേര് എന്തുകൊണ്ടാണ് മറ്റു കാരണം പേരിട്ടതെന്നുള്ള കാര്യം. നാളേക്കൊരു നിധിയല്ലേ നീ, കൈ വളര് തങ്ക പൂങ്കാൽ വളര്, താഴമ്പൂമേ വളര്, നാളേക്കൊരു നിധിയല്ലേ നീ. മാനത്തെയമ്പിളി തെല്ലുപോലെ മാറത്തിരിക്കും കുഞ്ഞുപൂവേ.